യൂത്ത് ലീഗ് നിയന്ത്രണത്തിലുള്ള ഗ്രൂപ്പുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വലിയ പോരാട്ടമാണ്. 6000-ഓളം സമൂഹ മാധ്യമ ഗ്രൂപ്പുകൾ ഇതിനുവേണ്ടി ഉപയോഗിക്കപ്പെട്ടു എന്നാണ് വിവരം. സംഭവത്തിൽ ലീഗ് സൈബർ ഗ്രൂപ്പുകൾക്കെതിരെ വിമർശനം രൂക്ഷമാകുന്നുണ്ട്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി. ഷഹീദ്, ഈ വിമർശനം എവിടെ നിന്നാണ്? ലീഗിനുള്ളിൽ നിന്ന് തന്നെയാണോ? എങ്ങനെയാണ് ഈ 6000-ഓളം ഗ്രൂപ്പുകൾ രാഷ്ട്രീയമായി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഓപ്പറേഷൻ? രതീഷ്, മുസ്ലിം ലീഗ്, യൂത്ത് ലീഗിൻ്റെ ഒക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇതിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 6000-ഓളം സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ FB, ഫേസ്ബുക്ക് ആണെങ്കിലും മറ്റ് ഇൻസ്റ്റ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇത് മുസ്ലിം ലീഗിനും യൂത്ത് ലീഗിനുമൊക്കെ രാഷ്ട്രീയമായി പ്രതിരോധം തീർക്കാനും അവരുടെ സന്ദേശം പ്രചരിപ്പിക്കാനുമൊക്കെയാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ ഹാൻഡിലുകൾ, ഈ ഗ്രൂപ്പുകൾ രാഹുൽ മാൻകൂട്ടത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി, രാഹുൽ മാൻകൂട്ടത്തിന് പിന്തുണ നൽകാൻ വേണ്ടി, പ്രത്യേകിച്ചും ഈ വിവാദം ഉണ്ടായ സമയത്ത് അതിനുവേണ്ടി ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ലീഗിൽ ഉയരുന്നൊരു വിമർശനം. നേതൃതലത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങൾ നേതാക്കന്മാർ തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചു എന്നാണ് നമുക്ക് അതിനുള്ളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് ഇത് ആകസ്മികമായി സംഭവിച്ചതല്ല. ഒരു സ്ഥലത്ത് നിന്നും, ഒരു കേന്ദ്രത്തിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് നൽകുന്നു. അവർ ഈ ഗ്രൂപ്പുകളെ ഉപയോഗിക്കുന്നു എന്നാണ് ഉയരുന്ന കാര്യം. അത് നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ പ്രകടമായിരുന്നു. ഏറ്റവും കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിച്ച് രംഗത്ത് വന്നിരുന്നത് ലീഗ്, യൂത്ത് ലീഗ് ഗ്രൂപ്പുകളായിരുന്നു. അത് നമുക്കവിടെ കാണാൻ കഴിയുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നിൽ ആ തരത്തിലുള്ള ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം. അത് അങ്ങനെ മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള ചില നിർദ്ദേശം ലീഗ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധേയമായിരുന്നു, രാഹുൽ മാങ്കൂട്ടം ഈ വിവാദം ഉണ്ടായതിനു ശേഷം പൊതുപരിപാടികളിലൊക്കെ വിട്ടുനിന്ന സമയത്ത് ആദ്യമായി യൂത്ത് ലീഗ് വേദിയിലായിരുന്നു, ഒരു പരിപാടിയിലായിരുന്നു പങ്കെടുത്തത്. അങ്ങനെയൊരു പിന്തുണ നൽകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അതൊരു ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ശരി, ലീഗിന്റെ ഗ്രൂപ്പുകൾ, യൂത്ത് ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള ഗ്രൂപ്പുകൾ രാഹുലിന് വേണ്ടി ഉപയോഗിച്ചു. അക്കാര്യത്തിൽ ലീഗിനുള്ളിൽ തന്നെ വിമർശനം ഉയർന്നു വരുന്നു എന്നാണ് ഷഹീദ് നൽകുന്ന വിവരം.